നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നാളെ ഒരു പുതിയ മാസത്തിൻ്റെ ആരംഭമാണ്. നാളെ കുംഭമാസം 1-ാം തീയതിയാകുന്നു. അതായത് 2026 ഫെബ്രുവരി മാസം 13-ാം തീയതി വെള്ളിയാഴ്ച. ധാരാളം സവിശേഷതകൾ കുംഭമാസത്തിൻ്റെ വിഷയത്തിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട് നമുക്ക് ചർച്ച ചെയ്യുവാനുള്ളത് ശിവരാത്രി വരികയാണ്. അപ്രകാരം കുംഭം സൂര്യൻ ഉത്തരായനത്തിൽ വീണ്ടും ബലവാനായി ഉച്ചരാശിയിലേക്ക് മേടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമൊക്കെയാണ്. ഏതായാലും കുംഭമാസത്തിലെ വിശേഷങ്ങൾ സവിസ്തരം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കും. കുംഭമാസത്തിൽ പിതൃക്കളെ കർമ്മം ചെയ്യുന്നത് വളരെ ശുഭകരമാണ്. നാളെ ഏതായാലും നിങ്ങളെ ധർമ്മദൈവ സങ്കേതങ്ങളിൽ പോവുക, അവിടെ യഥാശക്തി വിളക്കിലേക്ക് എണ്ണാതിരി ഒക്കെ ചെയ്യുക, അവിടെ അടിച്ച് വൃത്തിയാക്കി എല്ലാം ശുദ്ധിയാക്കാൻ ശ്രമിക്കൂ. ധർമ്മദൈവം പ്രസാദിച്ച് മാത്രമേ തറവാട് നന്നാവുകയുള്ളൂ. ധർമ്മദൈവം പ്രസാദിച്ച് കുളിർപ്പു തറവാടുകൾ എന്ത് ചെയ്തത് പണ്ടുള്ളോർ എന്നറിഞ്ഞ് അത് ചെയ്യണമെന്നാണ് പ്രമാണം. ഏതായാലും ധർമ്മദൈവങ്ങളുടെ അനുഗ്രഹം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ. നാളെ വെള്ളിയാഴ്ച മറ്റൊരു പ്രത്യേകത, നാളെ കറുത്തപക്ഷത്തിൽ ഏകാദശിയാണ്. അതിനാൽ കൃഷ്ണഭക്തിക്ക് ഏറ്റവും നല്ല ദിവസമാണ്. കൃഷ്ണക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ കുട്ടികളുടെ പേരിൽ വെണ്ണ നിവേദ്യം, തുളസിമാല, പാൽപ്പായസം ചെയ്യുക. വെണ്ണ നിവേദ്യം വളരെ ഉത്തമമാണ്. നിങ്ങൾക്കും ഏകാദശി ദിനം തുളസിമാല, പാൽപ്പായസം കൃഷ്ണന് വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നാളത്തെ നക്ഷത്രം, വെള്ളിയാഴ്ചത്തെ നക്ഷത്രം നിങ്ങൾ അറിയണം. അതിനു മുമ്പ് രാഹുകാലം കാലത്ത് 10:30 മുതൽ 12 മണി വരെയുള്ള സമയമാണ്. സൂര്യോദയം വെള്ളിയാഴ്ച തൃശ്ശൂരിൽ കാലത്ത് 6:49, അസ്തമയം വൈകിട്ട് 6:29. വെള്ളിയാഴ്ച സ്ത്രീകളും നാൽക്കാലികളും ഗർഭിണികളും സഞ്ചരിക്കാൻ പാടില്ലാത്ത ദിവസമാണെന്ന് അറിയുക. നാം എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നക്ഷത്രം വരുന്നത് മൂലം നക്ഷത്രമാണ്. കറുത്തപക്ഷത്തിലെ മൂലമാണ്. മൂലം ഏകാദശിയാണ്. കറുത്തപക്ഷത്തിലെ ഏകാദശിയാണ്. ദുർബലമാണ് മൂലം നക്ഷത്രം. വെളുത്തപക്ഷത്തിലെ മൂലം വളരെ ഗുണമാണ്. പ്രത്യേകിച്ച് മൂലം നക്ഷത്രം പുരുഷന്മാർക്ക് വളരെ ഗുണവും സ്ത്രീകൾക്ക് അത്ര ഗുണവുമില്ല. പഴയ കാലത്ത് പറയാറുണ്ട്, ആൺമൂലം അറകെട്ടി വാഴും, പെൺമൂലം പെരിവഴിയിൽ നിന്ന്. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ നിർബന്ധമായും സർപ്പക്ഷേത്ര ദർശനത്തിന് ഏറ്റവും നല്ല ദിനമാണ്. കാരണം എന്താണ്? അശ്വതി മകം മൂലം ഈ 3 നക്ഷത്രങ്ങളുടെ ലോർഡ് ഓഫ് ദ പ്ലാനറ്റ്, ദാറ്റ് ഈസ് കേതു. കേതു രാഹുവിൻ്റെ വാലാകുന്നു. അതിനാൽ നാളത്തെ ദിനം സർപ്പവിഷയത്തിൽ എല്ലാ വഴിപാടുകളും ചെയ്യാൻ നല്ലതാണ്. ആയില്യപൂജ, സർപ്പബലി ചെയ്യുക. അപ്രകാരം എന്ത് ചെയ്യണം? നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുകേതു അർച്ചന ചെയ്യുന്നത് വളരെ ഗുണമാണെന്ന് അറിയുക. ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ. ഇതാകുന്നു നിങ്ങളുടെ പ്രാർത്ഥന. നമ്മുടെ അസുരനും ദേവനുമൊക്കെ നമ്മുടെ മനസ്സിനുള്ളിൽ തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങൾ ബലപ്പെടുത്തുക, അത്യാവശ്യം വഴിപാടുകൾ ചെയ്യുക. അതല്ലാതെ നിങ്ങൾ മനുഷ്യദൈവങ്ങളെ വിശ്വസിച്ച് അവർ പറയുന്നതൊന്നും കേൾക്കാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തയ്യാറാകരുത്. നമ്മളിലുള്ള ആ ആസുരഭാവത്തെയും ആ ദൈവികമായ ഭാവത്തെയും നിങ്ങൾ തന്നെ ദ്യോതിപ്പിക്കുക. നന്മകൾ ചെയ്യുക, പരോപകാരം ചെയ്യുക. അവിടെ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടാകും. ഏതായാലും നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നല്ല മുഹൂർത്തം വേണമെങ്കിൽ 1:50 മുതൽ ഉച്ചയ്ക്ക് 3:30 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താവുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.